ഹലോ മക്കളെ, അപ്പോൾ നമ്മളെ നെക്സ്റ്റ് മാത്സിൻ്റെ ചാപ്റ്ററിലേക്ക് പോവാണ്. ഡിറ്റർമിനൻസ് ആണ് ചാപ്റ്റർ. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, മെട്രീസസും ഡിറ്റർമിനൻസും വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതിൽ ഡിറ്റർമിനൻസിലും മെട്രീസസിനും 6 മാർക്കിന് വീതം ഓരോ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻ ചോദിക്കും. ടോട്ടൽ 12 മാർക്കിന് ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഡിറ്റർമിനൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രദ്ധിച്ചോ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു നോട്ട് എടുത്ത് വെക്കുക. ക്വസ്റ്റ്യൻസ് ഓരോന്നും ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കേട്ട ക്വസ്റ്റ്യനോ നിങ്ങൾ പഠിച്ച ക്വസ്റ്റ്യനോ ആണെങ്കിൽ നേരെ സ്കിപ്പ് അടിക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. അല്ല, നിങ്ങൾക്ക് കേട്ടിട്ടില്ല, മനസ്സിലായിട്ടില്ല, ഇതൊന്നും കൂടി കേട്ട് നോക്കണം എന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ വൃത്തിക്ക് കേട്ട് നോക്കുക, അത് നോട്ടിലേക്ക് എഴുതി വെക്കുക. ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് നോക്കുക, പഠിക്കുക, പോവുക, എക്സാം എഴുതുക, അടിച്ചു പൊളിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? തുടങ്ങല്ലേടാ. ഡിറ്റർമിനൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. രണ്ട് ഇക്വേഷൻ, ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 17 തന്നിട്ടുണ്ട്. നേരത്തെ മെട്രിക്സ് തന്നതും ഇത് തന്നതും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് ആണെങ്കിൽ ഇവിടെ 2, 3, 1, 5 ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എങ്ങനെയാണ് കാണാൻ ചോദിച്ചാൽ ഇങ്ങനെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് മൈനസ് ചെയ്യുക. 2 × 5 മൈനസ് 1 × 3 ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാണുക. 2 × 5 എന്ത് കിട്ടും? 10 കിട്ടും. മൈനസ് 1 × 3 എന്ത് കിട്ടും? 3 കിട്ടും. 10 - 3 = 7. ഇതാണ് ഇതിൻ്റെ എന്ത് ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെയാണ് കാണേണ്ടത്. അപ്പോൾ ഇവിടെ തന്ന സാധനം എന്താ? ഇവിടെ എക്സ് ആണ്, 4 ആണ്, 2 ആണ്, 4 എക്സ് ആണ്. അപ്പോൾ നേരെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് × എക്സ് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ കിട്ടും. 2 × 4 എന്ത് കിട്ടും? 8 കിട്ടും. മൈനസ് 8 എക്സ് സ്ക്വയർ മൈനസ് 8 ഈക്വൽ ടു ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 17 തന്നിട്ടുണ്ട്. -8 ഞാൻ എടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ +8 ആയി. 17 + 8 = 25. എക്സ് സ്ക്വയർ = 25 ആണെങ്കിൽ എക്സ് = എന്ത് എഴുതാടാ? +or -5. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? 1 വേർഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം, കൺഫ്യൂഷൻ ഉണ്ടാവരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, മിസ് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഫോർ വിച്ച്. ഈ കാണുന്നതിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. നേരത്തെ പറഞ്ഞത് അതേ സാധനം തന്നെ. നേരെ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 1 2 മൈനസ് 5 × 4 20. 2 - 20 = -18 ആയി. അത് അവിടെ നോട്ടെ. ഇപ്പുറത്തോ 2x × x 2x സ്ക്വയർ മൈനസ് 6 × 4 24. ഓക്കെ അല്ലേ? -24 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്തായി? +24 ആയി. -18 + 24 = 6 എന്ന് കിട്ടി. 2x സ്ക്വയർ = 6 എന്ന് കിട്ടി. 2 ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ = എന്ത് കിട്ടും? 3 കിട്ടും. x = +or -√3. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ആയതുകൊണ്ടാണ് ഒന്ന് ഓടിച്ചു പോയത്. ഇവിടെ നേരിട്ട് നമ്പർ തന്നിട്ടായിരുന്നു. ഇവിടെ ഇപ്പുറത്തെ നമ്പർ കാണുന്നതിന് പകരം ഒരു മെട്രിക്സ്, ഒരു ഡിറ്റർമിനന്റ് വാല്യൂ കാണാനാണ്. ആ ഡിറ്റർമിനന്റ് വാല്യൂ ഇവിടെ ഈ നമ്പർ കണ്ടുപിടിക്കുന്ന അതേപോലെ നിങ്ങൾക്ക് -18 എന്ന് പറയുന്ന നമ്പർ അവിടെ കിട്ടും. ഓക്കെ, അത് കണ്ടിട്ട് ബാക്കി വാല്യൂ കാണാം, സിംപ്ലിഫൈ ചെയ്യാം. എളുപ്പമല്ലടാ. നോക്കിക്കോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോന്നോ. ഇതാ, ഇവാലുവേറ്റ് ദ ഡിറ്റർമിനന്റ്. ഇതിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ കാണാനാണ്. 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ്. ചിലപ്പോൾ അറിയാത്ത ആളുകൾ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാണ്. അറിയുന്ന ആൾക്കാരെ നേരെ സ്കിപ്പ് അടിച്ച് പോകട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോ. ഈ കാണുന്ന നമ്പർ ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് ഇത് എപ്പോഴും ഉണ്ടാവണം. ഫസ്റ്റത്തെ പ്ലസ് ആവണം, രണ്ടാമത്തെ മൈനസ് ആവണം, മൂന്നാമത്തെ പ്ലസ് ആവണം. ആ വാല്യൂ ആണ് നിങ്ങൾ ഡിറ്റർമിനന്റ് കാണുമ്പോൾ അവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ മൈനസ് ആണ്, ഇവിടെ എപ്പോഴും പ്ലസ്സാ, ഇവിടെ എപ്പോഴും പ്ലസ്സാ. അതെപ്പോഴും അങ്ങനെ തന്നെ ആവണം. ഫസ്റ്റ് ലൈൻ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന വാല്യൂ അങ്ങനെ ആയിരിക്കണം. ക്വസ്റ്റ്യനിൽ തന്ന നമ്പറുകളല്ല, നിങ്ങൾ എപ്പോഴും ഇവിടെ ഫസ്റ്റത്തിന് പ്ലസ് തന്നെ ഇട്ട് കൊടുക്കണം, രണ്ടാമത്തിന് മൈനസ് തന്നെ ഇട്ട് കൊടുക്കണം. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ അവിടെ മൈനസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ പ്ലസ് × മൈനസ് ആകുമ്പോൾ അവിടെ മൈനസ് ആവും. ഇവിടെ പ്ലസ് × മൈനസ് ആകുമ്പോൾ ഇവിടെ -2 എന്നാ വരിക. ഓക്കെ, നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന പ്ലസ് ആണ്, ക്വസ്റ്റ്യനിൽ -2 ഉണ്ട്. ഇവിടെ മൈനസാ, ക്വസ്റ്റ്യനിൽ മൈനസും ഉണ്ട്, നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന ഒരു മൈനസും ഉണ്ട്. ആ മൈനസും കൂടി അവിടെ എന്താവും? പ്ലസ് ആവും. അതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ 2 എടുത്തു. 2 × ഇവിടുത്തെ ഈ ലൈനും നിങ്ങൾ ഒഴിവാക്കി. ഓക്കെ, ആ 2 ലൈൻ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ? ഇങ്ങോട്ടേക്ക് ഈ സാധനങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്യുക. 2 × 0 മൈനസ് -5 × -1. അപ്പോൾ 2 × 0 0 ആയി പോവും. -5 × -1 ആകുമ്പോൾ എന്ത് കിട്ടൂടാ? +5 എന്ന് കിട്ടും. +5 മുന്നിൽ ഒരു മൈനസും കൂടി വന്നുകൊണ്ട് എന്താവും? 2 × -5 എന്നാവും. അതാണ് ഈ കാണുന്ന സാധനത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്തിൻ്റെയും കാണാം, ഇപ്പുറത്തെ സൈഡിൻ്റെയും കാണാം. ഇതാ ഇപ്പുറത്തെ സൈഡ് -1 × ഇതേപോലെ ഈ ലൈനും ഒഴിവാക്കി. ഇങ്ങോട്ടേക്കാണ് ക്രോസ് വരേണ്ടത്. 0 × 0 -3 × -1 -3 കൂടി എന്താ ഇവിടെ? +3 ആവും. അങ്ങനെയാണ് ഇവിടെ 0 + 3 എന്ന് വന്നത്. പുറത്തുള്ള -1ഉം മൈനസും കൂടി, ഈ മൈനസ് നമ്മൾ ക്വസ്റ്റ്യൻ എപ്പോഴും എല്ലായിടത്തും ഡിറ്റർമിനന്റ് കാണുമ്പോൾ കൊടുക്കുന്ന മൈനസ് ആണത്. ക്വസ്റ്റ്യനിൽ തന്ന -1 ആണത്. അപ്പോൾ ആ മൈനസും കൂടി എന്തായി? പ്ലസ് ആയി. ഓക്കെ അല്ലടാ? ശ്രദ്ധിച്ചോ. അങ്ങനെ അതും കിട്ടി. ഇനി അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് മൂന്നാമത്തെ ലൈനിൽ +3. തേർഡ് ലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ -2 × ഇതേപോലെ ഈ റോയും ഈ കോളവും ഒഴിവാക്കി ഇത് തമ്മിൽ ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് തമ്മിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ വാല്യൂ കിട്ടും. അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എത്ര കിട്ടൂടാ?
5 എന്ന് കിട്ടും. ഇത് നിങ്ങൾ സിംപ്ലിഫിക്കേഷൻ ഞാൻ പറയുന്നില്ല, ജസ്റ്റ് നമ്പേഴ്സ് വെച്ചാണ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാൻ പറ്റുന്നേ ഉള്ളൂ. നിർബന്ധമായിട്ടും മിസ് ചെയ്യരുത്. എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ്. ഡിറ്റർമിനൻ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 4, ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടുപിടിച്ച ആൻസർ എന്താണെന്നാണ്? 4 ആണ്. ഈസ് എ 2/2 മെട്രിക്സ് ആണ്. ദെൻ 3 ഡിറ്റർമിനൻ്റ് ഓഫ് 3a. അതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ഇതാണ് കേട്ടോടാ. ഇവിടെ ശ്രദ്ധിച്ചോ. കെ ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണെന്ന് വിചാരിച്ചോ. കെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ k⁻n × b എന്നാണ് പറയാം. n എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സിൻ്റെ ഓർഡർ ആണ്. കെനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ അതിൻ്റെ പവറിൽ ആരിട്ട് കൊടുക്കണടാ? n ഇട്ട് കൊടുക്കണം. n എന്താ? ആ മെട്രിക്സിൻ്റെ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഓർഡർ ആയിരിക്കണം. ഇവിടെ ശ്രദ്ധിച്ചോ, 3നെ ഞാൻ പുറത്തേക്ക് ഇടുന്നുണ്ടെങ്കിൽ 3ൻ്റെ പവറിൽ ഇതിൻ്റെ ഓർഡർ ഇട്ട് കൊടുക്കണം. ഇവിടുത്തെ ഓർഡർ എത്രയാ? 2 ആണ്. അപ്പോൾ 3ൻ്റെ പവറിൽ ആരിട്ട് കൊടുത്തു? ഇതിൻ്റെ ഓർഡറിന് ഇട്ട് കൊടുത്തു. അപ്പോൾ 3⁻2 ഇൻറ്റു ഡിറ്റർമിനൻ്റ് എ. ഡിറ്റർമിനൻ്റ് എൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 4 ആണ്. അതിന് പകരം ഞാൻ അവിടെ 4 ഇട്ട് കൊടുത്തു. 3² വാല്യൂ 9 ആണ്. 9 × 4 എത്ര കിട്ടിയടാ? 36 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. നിങ്ങളെ നോട്ടിലേക്ക് എഴുതി വെക്കണം, അറിയാത്ത ആളുകളുണ്ടെങ്കിൽ. എന്നിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? അതേപോലെ ഇത് പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യനും ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ മെട്രിക്സിൻ്റെ ഓർഡർ 5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഡർ 5 ആണ്. കെ ബി ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് കെ ബി ആണെങ്കിൽ k⁻n ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി. n എന്ന് പറയുന്നത് ഓർഡർ ആണ്. n-ൻ്റെ സ്ഥാനത്ത് ഇവിടുത്തെ ഓർഡറിനെ 5 ഇട്ട് കൊടുത്താൽ k⁻5 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ബി. ഓപ്ഷൻ ബി ആണ് അവിടെ. എന്തടാ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേടാ? ശ്രദ്ധിച്ചോ, വളരെ സിമ്പിൾ സാധനങ്ങളാണ്. ഓർത്തു വെക്കാട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ശ്രദ്ധിച്ചോ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നിങ്ങളൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ദ വേർട്ടീസസ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ 3 വേർട്ടീസസ് തന്നിട്ടുണ്ട്. ദെൻ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ്. അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻ്റ് x1 y1 1 x2 y2 1 x3 y3 1. ഈ x1 y1 x2 y2 x3 y3 ഒക്കെ തന്ന പോയിന്റുകളാണ്. തന്ന പോയിന്റിനെ ഇതിനെയാണ് x1 y1 x2 y2 x3 y3. അതാണ് ആ പോയിന്റുകൾ. അത് നേരെ അവിടെ ഇട്ട് കൊടുക്കുക. ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുക. ഇതിന് പകരം ഞാൻ നേരെ 0 2 0 3 4 6 ഈ ലാസ്റ്റ് ലൈനിൽ എപ്പോഴും 1 ആക്കിയിട്ട് കൊടുക്കുക. പുറത്തൊരു 1/2 ഉണ്ട്. ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുക. ഡിറ്റർമിനൻ്റ് വാല്യൂ കണ്ടിട്ട് എന്ത് എഴുതി കൊടുക്കുക? പുറത്തത്തെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. -4 × 2 എന്നാണ് കിട്ടുക. ആൻസർ -2 എന്നാണ് കിട്ടുക. ഡിറ്റർമിനൻ്റ് വാല്യൂ ഏരിയ കാണാനായതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവ് ആക്കിയിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഏരിയ ഒരു കാരണവശാലും എന്താവില്ല നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് ഇതിനെ എപ്പോഴും എന്താക്കിയിട്ട് എഴുതണം? പോസിറ്റീവ് ആക്കിയിട്ട് എഴുതണം. എല്ലാ ഡിറ്റർമിനൻ്റും കാണുമ്പോൾ പോസിറ്റീവ് ആക്കണോ? എല്ലായിടത്തും നിങ്ങൾ പോസിറ്റീവ് ആക്കേണ്ട ആവശ്യമില്ല. എവിടെ? ഏരിയയാണ് കാണാൻ പറഞ്ഞത്. ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞത് നിങ്ങളോട് എന്താണെങ്കിൽ ഏരിയയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ ഏരിയ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതി കൊടുക്കുക? അതിനെ പോസിറ്റീവ് ആക്കിയിട്ട് എഴുതി കൊടുക്കുക. 2 യൂണിറ്റ് സ്ക്വയർ എന്ന് എഴുതി കൊടുക്കുക. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? മനസ്സിലാവുന്നില്ലടാ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ? ശ്രദ്ധിച്ചോ. ദ വേർട്ടീസസ് ഓഫ് എ ട്രയാങ്കിൾ എ ബി സി x1 y1 x2 y2 x3 y3 ഇഫ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു 10 സ്ക്വയർ യൂണിറ്റ്സ്. ആ തന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാണെന്ന് പറഞ്ഞത്? 10 സ്ക്വയർ യൂണിറ്റ്സ് ആണ്. അത് ഇതാണെന്ന് വിചാരിച്ചോട്ടോ നിങ്ങൾ. x1 y1 x2 y2 x3 y3 അതാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ എന്താണ്? 10 യൂണിറ്റ്സ് ആണ്. ഇനി അടുത്ത് പറഞ്ഞത് നിങ്ങളോട് എന്താ? ദെൻ ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ x1 + 2. x1ൻ്റെ കൂടെ ഞാൻ +2 കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ഥാനം അപ്പുറത്തേക്ക് നീങ്ങല്ലടാ ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും x1 + 2, y1 എന്ന് പറയുന്നത്. ഇതായിരിക്കും x2 + 2, y2 എന്ന് പറയുന്നത്. ഇതായിരിക്കും x3 + 2, y3 എന്ന് പറയുന്നത്. അതായത് ഇവിടെയുള്ള ട്രയാങ്കിളിൽ ഒരു സ്ഥാനം അപ്പുറത്തേക്കാണ്. 2 സ്ഥാനങ്ങൾ, അതായത് +2 അല്ലേ? എല്ലാ സ്ഥലത്തും x1 ഉള്ളിടത്തും x2 ഉള്ളിടത്തും x3 ഉള്ളിടത്തും ഒക്കെ എന്താ ചെയ്യുന്നത്? 2 കൂട്ടുകയാണ്. ഒരു സ്ഥലത്ത് മാത്രമല്ല കൂട്ടുന്നത്, 3 സ്ഥലത്തും കൂട്ടുന്നത്. അപ്പോൾ ഇവിടെയുള്ള ട്രയാങ്കിൾ നേരെ എടുത്ത് അപ്പുറത്തേക്ക് വെക്കണുള്ളൂ. അല്ലാതെ അതിൻ്റെ അളവുകളിൽ യാതൊരു മാറ്റവും വരുന്നില്ല. അതിന് ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ മാത്രമാണ് എന്ത് ചെയ്യണത്? ചേഞ്ച് ചെയ്യുന്നത്. അത് പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും, എക്സിൻ്റെ കൂടെ പ്ലസ് ചെയ്താലും വൈൻ്റെ കൂടെ പ്ലസ് ചെയ്താലും, എക്സിൻ്റെ എല്ലാ ടേമിൻ്റെയും കൂടി പ്ലസ് ചെയ്തു, എക്സിൻ്റെ എല്ലാ ടേമിൻ്റെയും കൂടി മൈനസ് ചെയ്തു, വൈൻ്റെ എല്ലാ ടേമിൻ്റെയും കൂടി പ്ലസ് ചെയ്തു, വൈൻ്റെ എല്ലാ ടേമിൻ്റെയും കൂടി മൈനസ് ചെയ്തു. ഇങ്ങനെ എങ്ങനെ ചെയ്താലും ഇതിൻ്റെ ആൻസർ തന്നെ കിട്ടടാ. എന്തെന്നെ കിട്ടടാ? സെയിം ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെയായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 10 യൂണിറ്റ് സ്ക്വയർ എന്ന് തന്നെയായിരിക്കും അതിൻ്റെ എന്തും ഏരിയ എന്ന് പറയുന്നത്. ഓർത്ത് വെക്കാം കേട്ടോ. 1 വേർഡ് ആയിട്ട് ചോദിക്കാറുള്ളതാണ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. സാറ്റിസ്ഫൈ ദ ഇക്വേഷൻ. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ആ ഇക്വേഷൻ നിങ്ങൾക്ക് ഉള്ളത് a² ഉണ്ട്, -4a ഉണ്ട്, i ഉണ്ട്. അതൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം. ആദ്യം ഞാൻ a² കണ്ടുപിടിച്ചു. a² കാണാന്ന് പറഞ്ഞാൽ a × a ആണ്. a² എന്ന് പറയുന്നത് a എന്ന് പറഞ്ഞാൽ എന്താടാ? a × a ആണ്. എനെ 2 പ്രാവശ്യം എഴുതി ഞാൻ.
എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. 2 × 2 4 പ്ലസ് 3 × 1 4 പ്ലസ് 3 = 7. 2 × 3 6 3 × 2 6 6 പ്ലസ് 6 = 12. അങ്ങനെ ഓരോ എലമെൻസും തമ്മിൽ പ്ലസ് ചെയ്തിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് കിട്ടിയടാ? ആ A² എന്ന് പറയുന്ന മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടി. അതേപോലെ തന്നെ 4A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓരോ എലമെന്റ്സിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4 × 2 = 8, 4 × 3 = 12, 4 × 1 = 4, 4 × 2 = 8. അപ്പോൾ 4A കിട്ടി, 4A കിട്ടി, A² കിട്ടി. I എന്ന് പറഞ്ഞാൽ ജനറൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. എങ്ങനെ I എന്ന് പറയുന്നത്? 1 0 എങ്ങനെയാടാ? 1 0 0 1 എന്ന് പറയുന്നതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. നേരെ കാണുന്ന ഇക്വേഷനിൽ ക്വസ്റ്റ്യനിൽ തന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. A² - 4A + I. A² സ്ഥാനത്ത് A² ഇക്വേഷൻ കൊടുത്തു, -4A സ്ഥാനത്ത് 4A ഇക്വേഷൻ കൊടുത്തു, പ്ലസ് I സ്ഥാനത്ത് I എന്ന് പറയുന്ന ഇക്വേഷനും കൊടുത്തു. ആ മെട്രിക്സുകൾ ഓരോന്നും സെപ്പറേറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ ഓരോ എലമെന്റുകളും തമ്മിലാണ് ചെയ്യേണ്ടത്. 7 - 8 7 - 8 എന്നാവുമ്പോൾ എന്താ അവിടെ? 7 - 8 = -1 എന്ന് കിട്ടും. -1 + 1 = ആൻസർ എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അങ്ങനെ ഓരോ എലമെന്റുകളും തമ്മിൽ ചെയ്യുക. 12 - 12 + 0 = 0. 4 - 4 0 0 + 0 = 0. 7 - 8 7 - 8 -1 -1 + 1 = 0. അതിലുള്ള എല്ലാ എലമെന്റ്സും 0 ആവും. ദാറ്റ് മീൻസ് അത് ഈക്വൽ ടു 0 എന്ന് തന്നെയല്ലേ നിങ്ങളോട് വെരിഫൈ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഈക്വൽ ടു എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ എലമെന്റ്സുകൾ മെട്രിക്സിലുള്ള ഓരോ ഓൾട്ടർനേറ്റ് എലമെന്റ്സുകളും തമ്മിൽ പ്ലസും മൈനസും ചെയ്തിട്ട് അതിന് ആൻസർ കാണാൻ ഈക്വൽ ടു എന്ത് കിട്ടും? 0 കിട്ടും. കഴിഞ്ഞിട്ടില്ല. ഇതിൽ എന്തും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ടാ? A ഇൻവേഴ്സും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ചോ, വളരെ സിമ്പിളാണ് A ഇൻവേഴ്സ് കാണാൻ. A² - 4A + I = 0 എന്നാണ് നിങ്ങളുടെ ഇക്വേഷൻ. നിങ്ങൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് എന്ത് ചെയ്യുക? ഇക്വേഷൻ നിങ്ങളുടെ A ഇൻവേഴ്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇക്വേഷൻ നിങ്ങൾ നേരിട്ട് A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ A² × A ഇൻവേഴ്സ് വരും, 4A × A ഇൻവേഴ്സ് വരും, I × A ഇൻവേഴ്സ് വരും. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഇതും കൂടി ഒന്ന് ഓർത്ത് വെക്കണം. ശ്രദ്ധിച്ചോ, A³ ഇൻവേഴ്സ് ആണെങ്കിൽ എന്താവും? പവർ തമ്മിലൊന്ന് ടാലി ആക്കിയാൽ മതി. 3 - 1 വരുമ്പോൾ എന്താവും? 2 ആവും. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ A² × A ഇൻവേഴ്സ് ആണെങ്കിൽ A² ആണ്. A² × A ഇൻവേഴ്സ് ആണെങ്കിൽ എന്താടാ? A ആണ്. A × A ഇൻവേഴ്സ് ആണെങ്കിൽ ആൻസർ എന്ത് കിട്ടൂടാ? I കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. A × A ഇൻവേഴ്സ് ആണെങ്കിൽ I ആണ്. I × A ഇൻവേഴ്സ് ആണെങ്കിൽ A ആണ്. സോറി, A അല്ല, A ഇൻവേഴ്സ് കേട്ടോ. I കൊണ്ട് എന്തിനു മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്ത് തന്നെയാണ്? ആ മൾട്ടിപ്ലൈ തന്നെയാണ് കിട്ടുക. I × A ഇൻവേഴ്സ് = A ഇൻവേഴ്സ് ആണ്. I × A = എന്ത് കിട്ടും? Aയും കിട്ടും. ഓക്കെ അല്ലേ? ഇത് നേരെ ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ A² × A ഇൻവേഴ്സിനെ നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താം? A എന്ന് എഴുതാം. A × A ഇൻവേഴ്സ് നിങ്ങൾക്ക് I ആക്കിയിട്ട് എഴുതാം. I × A ഇൻവേഴ്സ് നിങ്ങൾക്ക് എന്താക്കിയിട്ട് എഴുതാം? A ഇൻവേഴ്സ് ആക്കിയിട്ട് എഴുതാം. എന്നിട്ട് ഈ രണ്ടാൾക്കാർ നേരെ എടുത്തിട്ട് ഈക്വൽസിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? A ഇൻവേഴ്സിനെ മാത്രം അപ്പുറത്ത് വരും. 4I -4i അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ +4i ആയി. A അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -A ആയി. 4i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് 1 0 0 1 അല്ലേ? അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 0 0 4 -A എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന മെട്രിക്സിന് എടുത്ത് എഴുതി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൽ ഓൾട്ടർനേറ്റ് എലമെന്റുകൾ തമ്മിൽ മൈനസ് ചെയ്യുക. 4 - 2 = 2, 0 - 3 = -3, 0 - 1 = -1, 4 - 2 = 2. അപ്പോൾ 2 - 2 -1 2 എന്ന് പറയുന്ന മെട്രിക്സ് കിട്ടും. സിമ്പിൾ അല്ലേടാ? സിമ്പിൾ അല്ലേ? ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പബ്ലിക് എക്സാമിന് എന്തായാലും ഈ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്തായാലും പ്രതീക്ഷിച്ചോളൂ. അപ്പോൾ അത് മിസ് ചെയ്യേണ്ട, നിർബന്ധമായിട്ടും പഠിച്ചോ. ഇങ്ങനെ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാൻ വളരെ വളരെ സാധ്യത കൂടുതലാണ്. ഓക്കെ അല്ലേ? പഠിച്ചില്ലടാ? കിട്ടിയിട്ടില്ലേ? ഇത് ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ശ്രദ്ധിച്ചോ. If A = A എന്ന് പറയുന്ന ഒരു മെട്രിക്സും B എന്ന് പറയുന്ന ഒരു മെട്രിക്സും തന്നിട്ടുണ്ട്, പ്രൂവ് ദാറ്റ് B = A ഇൻവേഴ്സ് എന്നാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. B = A ഇൻവേഴ്സ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. B = A ഇൻവേഴ്സ് എന്ന് പറയുന്ന ഇക്വേഷനിൽ ഞാൻ രണ്ട് സൈഡിലും A കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇവിടെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? ഇവിടെ AB എന്നാവും. A × B മൾട്ടിപ്ലൈ ചെയ്താൽ AB ആവും. ഇവിടെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ A × A ഇൻവേഴ്സ് എന്നാവും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു A × A ഇൻവേഴ്സ് എന്താടാ? I ആണെന്ന് നേരത്തെ ഞാൻ ഇക്വേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ A × A ഇൻവേഴ്സ് = I ആണ്. അതിന് പകരം ഞാൻ I എഴുതി. അപ്പോൾ AB = I എന്ന് എഴുതി. എയും ബിയും ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? എയും ബിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടിയാൽ? I കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം B = എന്താണെന്നാണ്? A ഇൻവേഴ്സ് ആണ്. ബിയും A ഇൻവേഴ്സും തുല്യമാണ്. ഈ കാണുന്നത് ഇതിൻ്റെ ഇൻവേഴ്സ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ നോക്കിയാൽ മതി? AB ഒന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ I കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. A എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതി, B എന്ന് പറയുന്ന മെട്രിക്സ് എടുത്ത് എഴുതി, തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് കിട്ടും? I കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിനെങ്ങനെയും
നേരത്തെ പറഞ്ഞ അതേ മൾട്ടിപ്ലിക്കേഷൻ 1 × -2 പ്ലസ് -1 × 9 പ്ലസ് 2 × 6 അതാണ് ഫസ്റ്റ് എലമെന്റ് ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. 1 കിട്ടും. 1 × 0 പ്ലസ് -1 × 2 പ്ലസ് 2 × 1 അത് തമ്മിൽ പ്ലസ് ചെയ്താൽ 0 കിട്ടും. അങ്ങനെ ഓരോന്നും ഇങ്ങനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കാണാം. മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓർത്ത് വെക്കുക, ചെയ്തു നോക്കുമ്പോൾ ആൻസർ എന്ത് കിട്ടും? ഐ കിട്ടും. ഇങ്ങനെ ഐ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബിയും എ ഇൻവേഴ്സും എന്താണെന്നാണ് അർത്ഥം? ഈക്വൽ ആണ്. അപ്പോൾ ഈ തന്നത് എന്ത് തന്നെയാണ്? ഈ ക്വസ്റ്റ്യൻ പ്രകാരം തന്നത് എന്ത് തന്നെയാടാ? എ ഇൻവേഴ്സ് തന്നെയാണ് ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തത്? തന്നത് എന്നാണ് അർത്ഥം. ഇനി അടുത്ത് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുക. യൂസിങ് എ ഇൻവേഴ്സ് സോൾവ് ദി സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഗിവൺ ബിലോ. ഈ കാണുന്ന ലീനിയർ ഇക്വേഷൻ നിങ്ങൾക്ക് എന്തുണ്ടാക്കണം? ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇതിൽ നിങ്ങൾക്ക് എയും ബിയും എക്സ് എന്ന് പറയുന്ന മെട്രിക്സുകൾ എഴുതി കൊടുക്കാൻ പറ്റും. എ എന്ന് പറയുന്ന മെട്രിക്സ് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോയിഫിഷ്യൻറ്റുകളാണ്. നിങ്ങൾക്ക് അറിയുന്ന തന്നെയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോയിഫിഷ്യൻറ്റുകൾ നോക്കി നിങ്ങൾ. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, വൈൻ്റെ കോയിഫിഷ്യൻറ്റ് -1 ആണ്, സെഡിൻ്റെത് 2 ആണ്. ഇവിടെ താഴത്തെ ലൈനാണെങ്കിൽ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇവിടെ ഇല്ല. ദാറ്റ് മീൻസ് എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇവിടെ 0 ആണ്, വൈൻ്റെ കോയിഫിഷ്യൻറ്റ് 2 ആണ്, സെഡിൻ്റെ കോയിഫിഷ്യൻറ്റ് -3 ആണ്. എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് 3 ആണ്, വൈൻ്റെ കോയിഫിഷ്യൻറ്റ് -2 ആണ്, സെഡിൻ്റെ കോയിഫിഷ്യൻറ്റ് 4 ആണ്. അതേപോലെ തന്നെ ഈ കാണുന്ന മെട്രിക്സിനെ നിങ്ങൾ എന്താക്കിയിട്ട് എഴുതി കൊടുക്കുക? നോർമലി നമുക്ക് AX = B, X = A ഇൻവേഴ്സ് × B എന്നാണ് ഇക്വേഷൻ എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ B എന്ന് പറയുന്ന വേറൊരു മെട്രിക്സ് തന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യടാ? AX = D എന്നെടുക്കുക. വേറൊരു മെട്രിക്സ് ആക്കിയിട്ട് B എന്ന് പറയുന്ന മെട്രിക്സ് ഓൾറെഡി ഉണ്ടായതുകൊണ്ട് AX = D എന്നാക്കിയിട്ട് എടുക്കുക. D എന്ന് പറയുന്ന മെട്രിക്സ് എന്താ? ഇവിടെ ഇതിൻ്റെ ആൻസറുകളായിട്ട് തന്ന മെട്രിക്സുകളാണ് 1, 1, 2 എന്ന് പറയുന്നതിനാണ് നിങ്ങൾ എന്താക്കിയിട്ട് എടുക്കേണ്ടത്? D ആക്കിയിട്ട് എടുക്കേണ്ടത്. AX = D ആണെങ്കിൽ X = A ഇൻവേഴ്സ് × D എന്ന് വരും. A ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രകാരം തന്ന എന്ത് തന്നെയാണ്? ബി തന്നെയാണ്. എ ഇൻവേഴ്സും ബിയും ഈക്വൽ ആണെന്നല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത്? എ ഇൻവേഴ്സ് = B ആണ്. ആ ക്വസ്റ്റ്യനിന് ബീനെ എടുത്ത് എഴുതി കൊടുക്കുക. ഡി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, ആ മെട്രിക്സ് കൂടി എഴുതി. ഇതിനെ തമ്മിൽ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൽ ഓരോ എലമെൻറ്റും -2 × 1 പ്ലസ് 0 × 1 പ്ലസ് 1 × 2 പ്ലസ് ചെയ്താൽ ആൻസർ 0 എന്ന് കിട്ടും. ആ ലൈനിന് അടുത്തൊരു ലൈനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനില്ല. അപ്പോൾ രണ്ടാമത്തെ ലൈനിലേക്ക് ഇറങ്ങുക. 9 × 1 പ്ലസ് 2 × 1 പ്ലസ് -3 × 2 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 5 എന്ന് കിട്ടും. 6 × 1 പ്ലസ് 1 × 1 പ്ലസ് -2 × 2 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 3 എന്ന് കിട്ടും. ഈ കിട്ടുന്നതാണ് നിങ്ങൾ എന്താ എക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സും വൈയും സെഡുമാണ്. എക്സും വൈയും സെഡുമാണെടാ. എക്സും വൈയും സെഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പ്രകാരം ഇതിനെ ഓരോന്നിനും എടുത്ത് എഴുതി കൊടുക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് 0, വൈൻ്റെ വാല്യൂ ആണ് 5, സെഡിൻ്റെ വാല്യൂ ആണ് 3. ഫൈനൽ ആൻസർ ആക്കിയിട്ട് എഴുതി കൊടുക്കുക. ദെർഫോർ ദ സൊല്യൂഷൻസ് X = 0, Y = 5, Z = 3 എന്ന് എഴുതി കൊടുക്കുക. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള എത്ര ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്തത്? 9 ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്തൂടെ? പഠിച്ചുകൂടെടാ? പഠിച്ച് എക്സാമിന് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്ത് കൊടുക്കുക. മെട്രീസസിലും ഡിറ്റർമിനൻസിലും 6 12 മാർക്കിന് കുറഞ്ഞത്, ഏറ്റവും ചുരുങ്ങിയതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, കൂടുതൽ മാക്സിമം 12 മാർക്കിന് എന്നല്ല, ഏറ്റവും കുറഞ്ഞത് 12 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഈ 2 ചാപ്റ്ററും ഒരിക്കലും മിസ് ചെയ്യരുത്. നിർബന്ധമായിട്ടും പഠിച്ചു പോയി പൊളിച്ചടിക്കിട്ട് എക്സാം എഴുതുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.